പോലീസ് അതിക്രമങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുമുന്നണി യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണിക്കാൻ ശ്രമമെന്നാരോപിച്ച മുഖ്യമന്ത്രി പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചെന്നും വിശദീകരിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ ഒന്നും ഉണ്ടാകുന്നില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 2 പേർ കൂടി മരിച്ചതായി സ്ഥിരീകരണം. ഈ മാസം 11-ാം തീയതി നടന്ന തിരുവനന്തപുരം കൊല്ലം സ്വദേശികളുടെ മരണത്തിലാണ് സ്ഥിരീകരണം. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ വർഷം മരിച്ചവരുടെ എണ്ണം 19ആയി. തിരുവനന്തപുരത്ത് വള്ളക്കടവ് സ്വദേശിയായ 52-കാരിയും കൊല്ലത്ത് 91-കാരനാണ് മരണപ്പെട്ടത്. സംസ്ഥാനത്തെ ഇതുവരെ 62 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ സ്ഥിരീകരണം. ഇന്നലെ 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കിയത് അന്വേഷണം വേണ്ട വിഷയമെന്ന് കേരള ഹൈക്കോടതി. സ്വർണ്ണപ്പാളി സംസ്ഥാനത്തിന് പുറത്തേക്ക് കടത്താൻ സ്പോൺസർക്ക് അനുമതി നൽകിയ ബോർഡിന്റെ നടപടിയിലും കോടതി സംശയം രേഖപ്പെടുത്തി. 1999-ൽ സ്വർണം പൊതിഞ്ഞ പാളി 2019-ൽ ചെമ്പ് പൊതിഞ്ഞതായി മഹസ്സർ രേഖകൾ ഉണ്ടെന്നും കോടതി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയാ ഉപകരണക്ഷാമം മാറ്റാൻ കൂടുതൽ ഇടപെടൽ തുടങ്ങി ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തൽ വിവാദമായതിനു പിറകെയാണ് നീക്കം. 2 കോടി രൂപ ചിലവിൽ മൂത്രാശയ കല്ല് പൊടിക്കാനുള്ള ഉപകരണം വാങ്ങാനാണ് സർക്കാർ ഭരണാനുമതി നൽകിയത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലെത്തിയേക്കും. ഞായറാഴ്ച വൈകിട്ട് വരെ മണ്ഡലത്തിൽ തുടരാനാണ് സാധ്യത. ആദ്യഘട്ടത്തിൽ പൊതുപരിപാടികൾ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് BJPയുടെയും DYFIയുടെയും തീരുമാനം. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീകൾക്കുള്ള പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കുന്നു. ഈ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം പള്ളിത്തുറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴുകം ജോലിയിൽ പ്രവേശിച്ച ചേർത്തല സ്വദേശി അനുരാഗ്. ഉച്ചയ്ക്ക് 2 മണിയോടെ രക്ഷിതാക്കളുമായി എത്തിയാണ് അനുരാഗ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രാധേഷിന് മുൻപാകെ ജോലിയിൽ പ്രവേശിച്ചത്. ഇരിങ്ങാക്കുട ജനറൽ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ദേവസ്വം ഓഫീസിൽ നിന്നുള്ള സത്യവാങ്മൂലവും എഴുതി ഒപ്പിട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറുകയും ചെയ്തു. വഖഫ് നിയമ ഭേദഗതി ബില്ല് ഭാഗികമായി സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നടപടി പ്രതീക്ഷ നൽകുന്നതെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വഖഫിന്റെ സുതാര്യതയെയും സ്വഭാവത്തെയും തകർക്കും വിധം തയ്യാറാക്കിയ ഭേദഗതി ബില്ലിലെ ചില വകുപ്പുകൾ സ്റ്റേ ചെയ്ത നടപടി ഭരണഘടക അവകാശങ്ങളുടെ സംരക്ഷണത്തിനും ജനാധിപത്യ പോരാട്ടങ്ങൾക്കും കരുത്തു പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം KSRTC സ്വന്തമായി ഗാനമേള ട്രൂപ്പ് ആരംഭിക്കുന്നു. പാട്ടിലും സംഗീത ഉപകരണങ്ങളിലും പ്രാവീണ്യമുള്ളവർക്ക് ട്രൂപ്പിൽ അംഗമാകാൻ സെപ്റ്റംബർ 29-നുള്ളിൽ അപേക്ഷ സമർപ്പിക്കാം. പ്രകടനങ്ങളുടെ വീഡിയോയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൊല്ലം നീലമേൽ മാറാൻകുഴിയിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ബസ് മോശം അവസ്ഥയിലാണെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഷോക്ക് അബ്സോർബർ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കെട്ടിവെച്ച നിലയിലാണെന്ന് റിപ്പോർട്ട്. സ്കൂളിന്റെ ഭാഗത്ത് അലംഭാവമുണ്ടായതെന്ന് കൊല്ലം എൻഫോഴ്സ്മെന്റ് RTO AK ദിലു വ്യക്തമാക്കി. പത്തനംതിട്ട കോയിപ്പുറം മർദ്ദനക്കേസിലെ മുഖ്യപ്രതിയായ ജയേഷ് പോക്സോ കേസിലും പ്രതി. 2016-ൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഇയാൾ പ്രതിയാണ് എന്ന വിവരമാണ് പുറത്തുവന്നത്. ഈ പോക്സോ കേസിൽ ജയേഷ് ജയിലിൽ കിടന്നിട്ടുണ്ട്. നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യപ്രതി ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡറിലുള്ള ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാണ്. പത്തനംതിട്ട കോയിപ്പുറം മർദ്ദനക്കേസിൽ കൂടുതൽ ഇരകൾ ഉണ്ടെന്ന സംശയത്തിൽ പോലീസ്. ഇപ്പോഴുള്ള യുവാക്കളെ കൂടാതെ മറ്റ് 2 പേർ കൂടി മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ജയേഷും ഭാര്യ രശ്മിയും അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയ 2 പേരുടെ പരാതിയാണ് പോലീസിന്റെ മുന്നിലെത്തിയത്. അതേസമയം കേസിലെ പ്രതി രശ്മിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വീഡിയോകൾ സിനിമാ രംഗങ്ങളെ വെല്ലുന്ന തരത്തിലുള്ളതാണെന്ന് പോലീസ് പറഞ്ഞു. മനസ്സിനെ മരവിപ്പിക്കുന്ന 10 മർദ്ദന വീഡിയോകളാണ് ഫോണിൽ നിന്ന് ലഭിച്ചത്. ജയിലിലേക്കുള്ള ലഹരിയേറിയിൽ മുഖ്യപ്രതി പിടിയിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി എത്തിക്കുന്ന ഒരാളെ കൂടി കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. അത്താഴക്കുന്ന് സ്വദേശി മജീഫാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം ജയിലിലേക്ക് ലഹരി എഴിഞ്ഞുകൊടുക്കുന്നതിനിടെ പനങ്കാവ് സ്വദേശി അക്ഷയ് പിടിയിലായിരുന്നു. ഈ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് മജീഫ്. ഇയാൾ നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് വിശദീകരിക്കുന്നു. നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണത്തിൽ ശക്തമായ നടപടി വേണമെന്ന് KPCC. ഇന്നലെ നടന്ന KPCC നേതൃത്വ യോഗത്തിലാണ് ആവശ്യമുയർന്നത്. സൈബർ ആക്രമണത്തിൽ പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. BT ബലരാം അടക്കമുള്ളവരുടെ സമിതിക്കാണ് അന്വേഷണ ചുമതല. സൈബർ ആക്രമണവും വയനാട്ടിലെ NM വിജയന്റെ മരുമകൾ പത്മജയുടെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ നേതൃത്വ യോഗത്തിൽ ചർച്ചയായി.
തിരുവനന്തപുരം പേരൂർക്കടയിലെ വ്യാജമാല മോഷണ കേസിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അനന്യായമായി തടവിൽ വെച്ച് ബിന്ദു മനുഷ്യാവകാശ കമ്മീഷന് രേഖാമൂലം നൽകിയ പരാതിയിലാണ് ആവശ്യം. സർക്കാർ ജോലി നൽകണമെന്നും പരാതിയിൽ അപേക്ഷയുണ്ട്. ബി അശോകിനെ വിടാതെ സർക്കാർ വീണ്ടും സ്ഥലമാറ്റം. കൃഷിവകുപ്പിൽ നിന്ന് PRDയിലേക്കാണ് മാറ്റിയത്. ട്രിബ്യൂണൽ ഉത്തരവ് മറികടന്നാണ് മാറ്റം. ട്രിബ്യൂണൽ കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് മാറ്റം. ഡോക്ടർ ബി അശോകിനെ KTDFC ചെയർമാനായി നിയമിച്ച സർക്കാർ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. ഇതോടെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ബി അശോകിന് തുടയാമെന്നിരിക്കെയാണ് PRDയിലേക്ക് മാറ്റിയത്. നേരത്തെ IAS അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെച്ച അശോകിനെ KSRTC MD സ്ഥാനത്തു നിന്നും അകാരണം പിരിവിളിച്ചതായി വിവാദമുണ്ടായ വിഷയം കേരള ഹൈക്കോടതിയുടെ കേസിൽ മന്ത്രിസഭയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ആഗോള അയ്യപ്പൻ സംഗമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഹർജികൾ ഇന്നലെ ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ ഹർജിക്കാരൻ ഡോക്ടർ PS മഹേന്ദ്രകുമാറിന്റെ അഭിഭാഷകൻ MS വിഷ്ണു ശങ്കർ പരാമർശിച്ചു. ശനിയാഴ്ചയാണ് പരിപാടിയെന്നും അതിനാൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നും വിഷ്ണു ശങ്കർ ആവശ്യമുന്നയിച്ചു. ഇതോടെയാണ് കോടതി തീരുമാനം. പത്മശ്രീ ചെറുവയൽ രാമന്റെ വീട് സന്ദർശിച്ച പ്രിയങ്ക ഗാന്ധി MP. വിശാലമായ നൽവയൽ നടന്നുകണ്ടും നാടൻ പാട്ട് കേട്ടും ചെറുവയൽ രാമന്റെ വീട്ടിൽ 2.5 മണിക്കൂറോളം പ്രിയങ്ക ഗാന്ധി MP ചെലവഴിച്ചു. 60ഓളം വ്യത്യസ്തയിനം വിത്തുകൾ കണ്ടും കൃഷിരീതികൾ ചോദിച്ചു മനസ്സിലാക്കിയ പ്രിയങ്ക ഗാന്ധി MPക്ക് രാമൻ പാട്ടുമാടി നൽകി. രാമന്റെ കയ്യിലുള്ള ഗോത്രവർഗത്തിന്റെ പരമ്പരാഗത ആയുധമായ അമ്പും വില്ലും കൂടി പരീക്ഷിച്ചാണ് പ്രിയങ്ക ഗാന്ധി മടങ്ങിയത്. മ്യാൻമറിലെ സംഘർഷ മേഖലയായ റാഖൈൻ സംസ്ഥാനത്ത് പട്ടാളം നടത്തിയ ബോംബാക്രമണത്തിൽ 19 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. ബോർഡിംഗ് സ്കൂളിലെ 15നും 19നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടതെന്ന് യുണിസെഫ് അറിയിച്ചു. ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന റാഖൈനിൽ സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ട് വർഷങ്ങളായി പട്ടാളവുമായി വിമതർ രൂക്ഷ യുദ്ധത്തിലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പട്ടിണിയും പീഡനവും മൂലം ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ് പലായനം ചെയ്തത്. ഡിസംബറിൽ പൊതുതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പട്ടാള ഭരണകൂടം അതിനു മുൻപ് വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനാണ് ആക്രമണം രൂക്ഷമാക്കിയത്. കഴിഞ്ഞ മാസം മാത്രം പട്ടാളം രാജ്യമെങ്ങും 500 വ്യോമാക്രമണങ്ങൾ നടത്തിയെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്ക്. ഈ ആക്രമണങ്ങളിൽ 15 സ്കൂളുകളിലായി 40 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിരുന്നു. യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ ബോംബിട്ട് നിരത്തുന്നത് ഇസ്രയേൽ ഇന്നലെയും തുടർന്നു. ആക്രമണങ്ങളിൽ 6 വയസ്സുള്ള ഇരട്ടകളടക്കം 53 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ജെറുസലേമിൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. ഇസ്രയേലിനുള്ള USന്റെ ഉറച്ച പിന്തുണ ആവർത്തിച്ച റൂബിയോ സമാധാനത്തിനുള്ള ഏക വഴി ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയാണെന്നും പറഞ്ഞു. ഗാസ സിറ്റിയുടെ 4 കിഴക്കൻ പട്ടണങ്ങളാണ് ഇസ്രയേൽ ടാങ്കുകൾ വളഞ്ഞിരിക്കുന്നത്. ഇതിൽ 3 ഇടങ്ങളും പൂർണ്ണമായും ഇടിച്ചു നിർത്തി കഴിഞ്ഞു. 16 ബഹുനില കെട്ടിടങ്ങളാണ് ഇന്നലെ തകർത്തത്. പടിഞ്ഞാറ് നഗരം മധ്യത്തേക്കാണ് സൈന്യം നീങ്ങുന്നത്. ഇവിടെയാണ് പലസ്തീൻ അഭയാർത്ഥികളിലേറെയും താൽക്കാലിക കൂടാരങ്ങളിലും തകർന്ന കെട്ടിട ഭാഗങ്ങളിലുമായി കഴിയുന്നത്. ഓഗസ്റ്റിന് ശേഷം 3.5 ലക്ഷം പലസ്തീൻകാർ ഒഴിഞ്ഞുപോയെന്നാണ് കണക്ക്. ഗാസയിൽ ഇതുവരെ 64,887 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. അതേസമയം അടുത്ത വർഷം മുതൽ UKയിലെ പ്രശസ്തമായ റോയൽ കോളേജ് ഓഫ് ഡിഫൻസ് സ്റ്റഡീസിൽ ഇസ്രയേൽ വിദ്യാർത്ഥികളെ ബ്രിട്ടൻ വിലക്കി. രാജ്യാന്തര സ്പോർട്സ് മത്സരങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ വിലക്കണമെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ആവശ്യപ്പെട്ടു. സമൂഹമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഇസ്രയേലിന് അനുകൂലമായ വികാരമുണ്ടാക്കാനുള്ള സ്വാധീന പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു. രാജ്യാന്തര തലത്തിൽ ഇസ്രയേലിനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുന്നത് നേരിടാനാണിത്. സമൂഹമാധ്യമങ്ങളിലെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഭീമമായ നിക്ഷേപം നടത്തണമെന്നും ജെറുസലേമിൽ ധനകാര്യ മന്ത്രാലയ യോഗത്തിൽ നെതന്യാഹു പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ചിത്രം പതിപ്പിച്ച 75 ഡ്രോണുകൾ വിന്യസിക്കാനൊരുങ്ങുകയാണ് ഡൽഹി സർക്കാർ. മോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17-ന് ഡൽഹിയിലെ ത്യാഗരാജ് സ്റ്റേഡിയത്തിലാണ് ഡ്രോണുകൾ വിന്യസിക്കുന്നതെന്ന് സർക്കാർ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ 75 പ്രത്യേക ഡ്രോണുകളാണ് വികസിപ്പിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 17-ന് ത്യാഗരാജ് സ്റ്റേഡിയത്തിൽ നിന്നും അവ പറന്നുയരും. ഈ ഡ്രോണുകൾ പിന്നീട് ഡൽഹി പോലീസിന് കൈമാറുമെന്നും ഓരോ ജില്ലയ്ക്കും 5 ഡ്രോണുകൾ വീതം അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ വനിതാ കോൺസ്റ്റബിൾ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകം പരിശീലനം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് 75 പദ്ധതികളും പരിപാടികളുമാണ് ഡൽഹി സർക്കാർ ലക്ഷ്യമിടുന്നത്. അമിത വേഗത്തിലെത്തിയ ട്രക്ക് ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചുകയറി 2 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടായത്. അമിത വേഗത്തിലെത്തിയ ട്രക്ക് ബൈക്കിലിടിക്കുകയും പിന്നീട് നിയന്ത്രണം നഷ്ടപ്പെട്ട് ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചുകയറുകയും ചെയ്തിരുന്നു. ട്രക്ക് ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് അറിയിച്ചു. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു. അപകടത്തിൽ ഇരുചക്രവാഹനം ട്രക്കിനടിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് വാഹനത്തിന് തീ പടർന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഹ്യൂസ്റ്റൺ
ജോ ബൈഡൻ സർക്കാരിന്റെ കുടിയേറ്റ നയം അനധികൃത കുടിയേറ്റക്കാരുടെ മൃദു സമീപനം സ്വീകരിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തി. ഈ മാസം 10-ന് ഡാലസിൽ ഇന്ത്യൻ വംശജനായ ഹോട്ടൽ മാനേജറെ ക്യൂബൻകാരൻ വെട്ടിക്കൊന്ന സംഭവം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്യൂബൻകാരനെ നേരത്തെ പുറത്താക്കേണ്ടതായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. കർണാടക സ്വദേശിയായ ചന്ദ്രമൗലി നാഗമല്ലയെ ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ചാണ് അക്രമി കഴുത്തറുത്തു കൊന്നത്. ഇതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പൊതുപുത്തൻ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അണിനിരത്തി ചൈന അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന സൈനിക കേന്ദ്രം പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി സന്ദർശിച്ചു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭരണഘടനാ പ്രകാരമുള്ള തലവനായ സർദാരി ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയിൽ ഞായറാഴ്ചയാണ് സന്ദർശനം നടത്തിയത്. AVIC സന്ദർശിക്കുന്ന ആദ്യ വിദേശ രാഷ്ട്രത്തലവനാണ് ആസിഫ് അലി സർദാരി. 10 ദിവസത്തെ സന്ദർശനത്തിലാണ് സർദാരി ചൈനയിലെത്തിയത്. സമുച്ചയം ചുറ്റി നടന്നു കണ്ട പാക് പ്രസിഡന്റിനോട് ചൈനീസ് അധികൃതർ അവിടുത്തെ ഏറ്റവും നൂതനമായ ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിവരിച്ചുവെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭുട്ടോ സർദാരിയും പ്രഥമ വനിത അസീഫ ഭുട്ടോ സർദാരിയും ആസിഫ് അലി സർദാരിക്കൊപ്പമുണ്ടായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷരീഫ്, സൈനിക മേധാവി അസീം മുനീർ എന്നിവരുടെ ചൈന സന്ദർശനത്തിന് പിന്നാലെയാണ് ആസിഫ് അലി സർദാരിയും ചൈന സന്ദർശിക്കുന്നത്. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ച 81% യുദ്ധോപകരണങ്ങളും ചൈന നൽകിയതാണെന്ന് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യ-US വ്യാപാര ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇന്ത്യക്കെതിരെ പ്രസ്താവനയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാറോ. വ്യാപാര ചർച്ചകൾക്കായി US വാണിജ്യ ഉപപ്രതിനിധി ബ്രെൻഡൻ ലിഞ്ച് ന്യൂഡൽഹിയിൽ എത്താനിരിക്കെയാണ് ഇന്ത്യയുടെ വ്യാപാര നയത്തെ വിമർശിച്ച് നവാറോ രംഗത്തെത്തിയത്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ശുദ്ധീകരണശാലകൾ റഷ്യൻ ശുദ്ധീകരണശാലകളുമായി കൈകോർത്ത് പ്രവർത്തിച്ചു. ഇത് തികച്ചും വിചിത്രമാണ്. കാരണം അവർ അന്യായമായ വ്യാപാരത്തിലൂടെ ഞങ്ങളിൽ നിന്ന് പണമുണ്ടാക്കുകയും അതുവഴി പല തൊഴിലാളികളും ദുരിതത്തിലാവുകയും ചെയ്യുന്നു. ഇന്ത്യ ആ പണം റഷ്യൻ എണ്ണ വാങ്ങാൻ ഉപയോഗിക്കുന്നു. റഷ്യ അത് ആയുധങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നു. ഇന്ത്യ ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്നു. വ്യാപാരത്തിന്റെ കാര്യത്തിൽ അവർക്ക് വളരെ ഉയർന്ന തീരുവകളുണ്ട് എന്ന് രാജ്യാന്തര മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ നവാറോ പറഞ്ഞു. ഉഭകക്ഷി വ്യാപാര ധാരണകളെ സംബന്ധിച്ച് വാണിജ്യതോകം സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായി ബ്രെൻഡൻ ലിഞ്ച് ഇന്ന് ചർച്ച നടത്തും. ഓഗസ്റ്റ് 25-നും 29-നും ഇടയിൽ ഇന്ത്യ സന്ദർശിക്കാനാണ് US പ്രതിനിധി സംഘം തീരുമാനിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 2 പേർ മരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശി ലതാകുമാരി 52, കൊല്ലം ഓയൂർ വെളിനല്ലൂർ ലായത്തുപറമ്പിൽ വീട്ടിൽ വിശ്വനാഥൻ ആചാരി 91 എന്നിവരാണ് 11-ന് മരിച്ചത്. ഇരുവരുടെയും മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ വർഷം മരിച്ചവരുടെ എണ്ണം 19 ആയി. RCCയിൽ ചികിത്സയിലിരിക്കെയാണ് ലതാകുമാരി മരിച്ചത്. നട്ടലിൽ നിന്നും എടുത്ത സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതായി കണ്ടെത്തിയത്. വിശ്വനാഥൻ ആചാര്യയെ കഠിനമായ പനിയെ തുടർന്ന് വെളിനല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കൊല്ലം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ചികിത്സിച്ചു. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുളത്തിലോ ജലാശയങ്ങളിലോ പോയിട്ടില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 7 പേരുടെയും നില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ജർമ്മൻ നിർമ്മാണ മിൽറ്റിഫോസിൻ ഗുളികയാണ് ഇവർക്ക് നൽകുന്നത്. വിതുര പൊന്മുടി സ്റ്റേറ്റ് പാതയിൽ കാറിടിച്ച് വിതുര സ്വദേശിയായ മണിയൻ സ്വാമി 85 മരിച്ച സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന ആര്യനാട് വില്ലേജ് ഓഫീസർ പോലീസിൽ കീഴടങ്ങി. തൊളിക്കോട് പനൈക്കോട് ചെറുവക്കോണം സ്വദേശി S പ്രമോദാണ് വിതുര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. പോലീസ് ഇദ്ദേഹത്തിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അപകടം. പ്രമോദ് ഓടിച്ചിരുന്ന കാർ വിതുര പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപേക്ഷിച്ച നിലയിൽ 3 ദിവസം മുൻപ് കണ്ടെത്തിയിരുന്നു. ഒളിവിൽ പോയ പ്രമോദ് അന്വേഷണം പുരോഗമിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. മാതാവിന് ഇൻസുലിൻ എടുക്കാൻ തിരക്കിട്ടി പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി വയോധികൻ റോഡിന് കുറുകെ കയറിയെന്നും മുന്നിൽ വേറെ വാഹനമുണ്ടായിരുന്നതിനാൽ അവസാന നിമിഷം കാർ വെട്ടിത്തിരിക്കാൻ കഴിഞ്ഞില്ല എന്നും വില്ലേജ് ഓഫീസർ മൊഴി നൽകിയതായി വിതുര സബ് ഇൻസ്പെക്ടർ SN മുഹ്സിൻ മുഹമ്മദ് മനോരമയോട് പറഞ്ഞു. വിതുരയിൽ സ്വന്തമായി വീടോ ബന്ധുക്കളോ ഇല്ലാതിരുന്നതിനെ തുടർന്ന് പൂവാട്ട് പള്ളിക്ക് സമീപത്തെ ബസ് കാത്തിരിക്കും കേന്ദ്രത്തിലായിരുന്നു മണിയൻ സ്വാമി വർഷങ്ങളായി കഴിഞ്ഞിരുന്നത്. കാറിടിച്ചു തെറിപ്പിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. എന്നാൽ വാഹനം നിർത്താതെ പോവുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തെ ആദ്യം വിതുര താലൂക്ക് ആശുപത്രിയിലും ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട നഗ്ന വീഡിയോകളും മറ്റും ആവശ്യപ്പെടുകയും പിന്നീട് അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിൽ ടാറ്റു ആർട്ടിസ്റ്റ് അറസ്റ്റിലായി. കൊല്ലം പുന്നല പിറവന്തൂർ കരമൂർ ഷൺമുഖവിലാസത്തിലെ B ബിബിനെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. സമൂഹമാധ്യമം വഴിയാണ് പ്രതി പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. എന്നാൽ തന്നെ കൃത്യമായി തിരിച്ചറിയാതിരിക്കാനുള്ള സാങ്കേതികവിദ്യ പ്രതി ഉപയോഗിച്ചിരുന്നു. സൈബർ പോലീസിന്റെ സഹായത്തോടെയും സമാന രീതിയിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പരിശോധിച്ചും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ബിബിനെ അറസ്റ്റ് ചെയ്തത്. പ്രതി സമാന രീതിയിൽ ഒട്ടേറെ പെൺകുട്ടികളെ ഇത്തരത്തിൽ പരിചയപ്പെട്ട് ചതിയപ്പെട്ടിട്ടുണ്ടെന്നും കോഴിക്കോട് തേണിപ്പലത്ത് സമാനമായ കേസ് നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു. ടാറ്റു ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്ന ബിബിൻ കോസ്മെറ്റിക് സയൻസിൽ ബിരുദ വിദ്യാർത്ഥി കൂടിയാണ്. മരിച്ചതായി കരുതി ശ്മശാനത്തിൽ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് വയോധികയ്ക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തി. 86 വയസ്സുള്ള P ലക്ഷ്മി എന്ന വയോധികയ്ക്കാണ് ജീവനുണ്ടെന്ന് കണ്ടെത്തിയത്. തീർത്ഥാടന നഗരമായ പുരിയിലെ ശ്മശാനത്തിലാണ് സംഭവം. ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായ ലക്ഷ്മി ഒഡീഷയിലുള്ള മരുമകന്റെ വീട്ടിൽ പോയപ്പോഴാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു.
കണ്ണുകൾ തുറക്കുന്നുണ്ടായിരുന്നില്ല, ശ്വസിക്കുന്നതിന്റെ ലക്ഷണങ്ങളും കണ്ടില്ല. അപ്പോൾ മരിച്ചെന്ന് കരുതി എല്ലാവരെയും അറിയിച്ചിരുന്നു. വീട്ടിൽ നിന്ന് മൃതദേഹം സംസ്കരിക്കാനായി വാഹനവും തയ്യാറാക്കിയിരുന്നു. ബന്ധുവായ സ്ത്രീ പറഞ്ഞു.